അറിഞ്ഞോ? സെക്സ് റാക്കറ്റ് കേസിൽ ഇനി ആരൊക്കെ പിടിയിലാവോ എന്തോ. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും പെൺവാണിഭവും. ഈ പ്രതി സിന്ധുവിനെ കൊച്ചിയിൽ എത്തിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ദേ കണ്ടുവയ്ക്ക്. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയ കേസിലെ പ്രധാന പ്രതി സിന്ധുവിനെ എറണാകുളത്തെത്തിച്ചു. നാളെ കോടതിയിൽ ഹാജരാക്കും. കേസിൽ സിനിമ, സീരിയൽ താരങ്ങൾക്ക് പങ്കുണ്ടോ എന്നത് പരിശോധിക്കുമെന്ന് പോലീസ്. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് 24. കേസിലെ പ്രധാന പ്രതി സിന്ധുവിനെ മുംബൈയിൽ നിന്നാണ് എറണാകുളത്തെത്തിച്ചത്. കൊച്ചി ഡിസിപി അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രാഥമികമായി ചോദ്യം ചെയ്യും. നാളെ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഗുണ്ടാബന്ധം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയിലാണ് പ്രധാന അന്വേഷണം. നമുക്ക് കൃത്യമായിട്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ അങ്ങനെ ഒരു പ്രത്യേക ലീഡ് കൊണ്ട് വന്നിട്ടില്ല. അങ്ങനെ വന്നെങ്കിലും അത് പെർസ്യൂ ചെയ്തിട്ട് അവസാനം വരെ പോവാം. പ്രതികളുടെ ഗുണ്ടാബന്ധം ഉപയോഗിച്ച് പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ 24 പുറത്തുവിട്ടു. ചേച്ചി കൂടെ നിന്നിട്ടുള്ള ഈ എന്ത് തേങ്ങയാവട്ടെ ഒരു കേസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കോ എനിക്കോ ഇപ്പൊ ഇക്കായാലും എന്ത് പണിയും എന്തായാലും കള്ളത്തനവും ഉടായ്പൊക്കെ കാണിച്ചാലും നമ്മൾ ചേച്ചി കൊടുക്കും. അത് ഞാൻ ചിലപ്പോൾ വിടുമായിരിക്കും, പക്ഷെ അയാള് അതൊന്ന് ആലോചിച്ച് വെച്ചേക്ക്. സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തന രീതി ഇങ്ങനെ: വിസിറ്റിംഗ് വിസയിൽ ദുബായിലെത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കും. ഇവരുടെ നഗ്ന ദൃശ്യങ്ങളും പകർത്തും. പ്രധാന ആസൂത്രണം നടത്തിയിരുന്നത് സിന്ധുവാണ്. പിടിയിലായ അലീന സിന്ധുവിന്റെ ഏജന്റുമെന്ന് കണ്ടെത്തൽ. കണ്ടല്ലോ, ആദ്യമേ തന്നെ കേരള പോലീസിന് ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം എത്രയും ഫാസ്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഈ പ്രതികളെ കണ്ടുപിടിക്കാൻ കാണിച്ച ആ ഒരു ഇതിന്. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ളവന്മാരെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ കഴിവതും ഈ മാസ്ക് ഒക്കെ കൊണ്ട് മാറ്റാൻ നോക്കുക. കാരണം ഇവളുമാരുടെയൊക്കെ മുഖം കണ്ടിട്ട് ഇനിയും പാവം പിടിച്ച പെൺകുട്ടികളൊക്കെ ഇവളുമാരെ തിരിച്ചറിയണം. ഇനി ഇവരുടെ ചതിയിൽ പെടാതിരിക്കണം.